ഒരു വാഹനം വരുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇൻസ്പെക്ഷനാണ്. അപ്പോൾ നമ്മളിത് മെയിൻലി 4 കാറ്റഗറി ആയിട്ട് ഇന്ന് തിരിച്ചിട്ടുണ്ട്. റസ്റ്റ് വരാണ്ടിരിക്കാനുള്ള ആസിഡ് ട്രീറ്റ്മെൻ്റ് ആണ്, ആസിഡ് ബാത്താണ് അവിടെ ചെയ്യുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഒരു വണ്ടി പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു വണ്ടി പെയിൻറ്റിങ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെല്ലാം കടമകൾ കിടക്കണം. ഒരു വാഹനം നമ്മളുടെ ഗാരേജിലേക്ക് വരുമ്പോൾ അത് ഏത് കാറ്റഗറി ആണെന്നുള്ളത് ആദ്യം ഇൻസ്പെക്ട് ചെയ്യാം. ഒരു വാഹനം വരുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇൻസ്പെക്ഷനാണ്. വണ്ടി ഏത് കാറ്റഗറി ആണെന്ന് നോക്കാം, എങ്ങൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിത് മെയിൻലി 4 കാറ്റഗറി ആയിട്ട് ഇന്ന് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ഫെയ്ഡ് സംഭവിച്ചിട്ടുണ്ട്, ഫുൾ പെയിൻറ്റിങ് ചെയ്യണം. അതൊരു നോർമൽ കാറ്റഗറിയാണ്. അതിന് മേജറായിട്ടുള്ള വേറെ വർക്കുകളൊന്നും ഉണ്ടാവില്ല. വണ്ടി ഇപ്പോൾ സാൻഡ് ചെയ്യുക, പ്രൈമർ അടിക്കുക, പെയിൻറ്റ് ചെയ്യുക, പോളിഷ് ചെയ്യുക, വിടുക എന്നുള്ള ഇത്ര ഒരു നോർമൽ പ്രോസസ്സാണ്. 0 പാച്ച് വർക്ക് ആയിരിക്കും ഇതിൽ. പിന്നുള്ള കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെൻറ്റുകളുണ്ടാവും. ഈ ഡൽഹി ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ എടുത്തിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള കംപ്ലൈൻ്റാണ്. ഒരുപാട് ഡെൻറ്റ് ഉണ്ടാവും, റൂഫിൽ പട്ടി കയറി കിടന്നിട്ടുള്ള ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ഡെൻറ്റുകളൊക്കെ ഓർമ്മയുണ്ടാവും. അങ്ങനെയുള്ളൊരു കാറ്റഗറി. പക്ഷേ അതിൽ വർക്ക് കൂടുതലാണ്, പക്ഷേ റസ്റ്റിൻ്റെ ഇഷ്യൂസ് പ്രോബ്ലംസ് ഇല്ല. പിന്നുള്ള കാറ്റഗറിയാണ് പാച്ച് വർക്കുള്ള വാഹനങ്ങൾ, റസ്റ്റിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുള്ള കാറ്റഗറി. അത് നമ്മൾ ചെക്ക് ചെയ്യണ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാ ഡോറിൻ്റെ താഴ്വശങ്ങൾ നോക്കും. എല്ലാ ഡോറിൻ്റെയും ഈ വെതർ സ്റ്റിപ്പ് വഴി വെള്ളം താഴേക്ക് ഇരുന്നിട്ട് എല്ലാ ഡോറിൻ്റെ താഴ്വശങ്ങളിൽ നോർമൽ റസ്റ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. ചില വാഹനങ്ങൾക്ക് അതൊരു പ്രോബ്ലം ഉണ്ടാവില്ല, കാരണം ആ ഡ്രെയിൻ ഹോളുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓപ്പൺ ആയിരിക്കും. അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് അങ്ങനെ താഴെ റസ്റ്റ് വരാൻ ചാൻസസ് ഇല്ല. അല്ലാത്ത വാഹനങ്ങൾക്ക് അത് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം ഒരു പാച്ച് വർക്കുള്ള വാഹനം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നോർമൽ വാഹനം, ഡെൻറ്റിങ് ഉള്ള വാഹനം, പാച്ച് വർക്കുള്ള വാഹനം, പിന്നുള്ളത് ആക്സിഡൻറ്റ്, അതായത് ഒരു ഇടി സംഭവിച്ചു, വണ്ടി ആക്സിഡൻറ്റ് വർക്കുകളൊക്കെ തീർക്കുക, ഫുൾ പെയിൻറ്റ് ചെയ്യാനുള്ള കാറ്റഗറി. അങ്ങനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് നമ്മളുടെ ഗാരേജിലേക്ക് വരുന്ന വർക്കിനെ തിരിച്ചിട്ടുണ്ട്. 4 കാറ്റഗറി. അപ്പോൾ ഈ 4 കാറ്റഗറിയിൽ ഏത് വാഹനമാണ് നിങ്ങളുടെ എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുന്നത് നല്ലൊരു കാര്യമാണ്. റസ്റ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടോയെന്നൊക്കെ ഉള്ളത് ഡോറിൻ്റെ താഴ്വശങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു വാഹനം ഗാരേജിലെത്തി, അത് ഫുള്ളായിട്ട് ഇൻസ്പെക്ട് ചെയ്തു, അതിൻ്റെ റീമാർക്കും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ജോബ് കാർഡിൽ ഫില്ല് ചെയ്തു. ഫുള്ളായിട്ട് അതിൻ്റെ റീമാർക്ക്, അതിനെന്തൊക്കെ ബാറ്ററി, ഏത് ടൈപ്പ് ബാറ്ററിക്കാണ് ഇരിക്കണത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ജോബ് കാർഡിൽ ഫില്ല് ചെയ്യും. പിന്നുള്ള പരിപാടിയാണ് കസ്റ്റമർ കൊണ്ടിരുത്താം കസ്റ്റമർ വോയിസ് എന്നുള്ളത്. കസ്റ്റമർക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും, എൻ്റെ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അത് ഫുള്ളായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെടുക്കും. അതിന് എത്ര എമൗണ്ടുകൾ വരാൻ ചാൻസ് കൂടുതലാണെന്നുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ ഈ കസ്റ്റമറുടെ വണ്ടീനെ പറ്റിയിട്ട് അത് ഏത് സ്റ്റേജാണ്, ഏത് കാറ്റഗറി വണ്ടിയാണെന്നുള്ള കാര്യങ്ങൾ നമ്മളും ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യമാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതിനുശേഷം വണ്ടി വർക്കിന് കയറ്റാന്നുള്ള ഒരു സ്റ്റേജാണ്. ചില വാഹനങ്ങൾ നമ്മളുടെ ഗാരേജിലേക്ക് വരുന്ന സമയത്ത് ചെയ്യുന്ന ഇൻസ്പെക്ഷനിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ട വാഹനമാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് പാച്ച് വർക്കൊന്നും അങ്ങനെ മേജറായിട്ടില്ല, നോർമലായിട്ടുള്ള പാച്ച് വർക്കുള്ളൂ. വണ്ടി ഡയറക്റ്റ് നമ്മൾക്ക് പെയിൻറ്റിങ്ങിൽ കയറ്റാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തൊരു വാഹനമായിരുന്നു. പക്ഷേ വണ്ടിയുടെ ചില സാധനങ്ങളൊക്കെ നമ്മൾ അഴിക്കുന്ന സമയത്താണ് അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകൾ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ നമ്മളുടെ ടെയിൽ ഗേറ്റും അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു ബമ്പർ അഴിച്ചപ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഫുള്ളായിട്ട് ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് തന്നെ പാച്ച് വർക്ക് വന്ന് പോയി എന്ന് തന്നെ പറയാം. ടെയിൽ ഗേറ്റിൻ്റെ റൈറ്റ് സൈഡ് ഭാഗം എന്ന് പറയുന്നത് അത് ഫുള്ളായിട്ട് കസ്റ്റമറെ സംബന്ധിച്ച് നമ്മളിതൊരു നോർമൽ കാറ്റഗറി അല്ല, പാച്ച് വർക്ക് നോർമലായിട്ടുണ്ട്, എന്നാൽ മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് ഇല്ല എന്നുള്ള രീതിയിൽ വർക്ക് എടുത്ത വണ്ടിയാണ്. പക്ഷേ അഴിച്ചപ്പോഴാണ് ഇതിൻ്റെ വണ്ടിയുടെ കംപ്ലയിൻറ്റ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ചില കംപ്ലയിൻറ്റുകൾ നമ്മൾക്ക് വണ്ടി ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കണം എന്നില്ല, ചിലത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മൾക്ക് ഒരു പെയിൻറ്റിങ് കാറ്റഗറിയിലേക്ക് ഈ വണ്ടി കയറ്റാൻ സാധിച്ചില്ല. വണ്ടി ഇപ്പോൾ പാച്ച് വർക്ക് കാറ്റഗറിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും പെയിൻറ്റിങ് കാറ്റഗറിയിലേക്ക് പോവുക. ഇത് പാച്ച് വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു വണ്ടി പാച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ 2 ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഭാഗം മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യാന്നുള്ളത്, അതായത് കട്ട് ചെയ്ത് മാറ്റുക, ഇതിൻ്റെ വേറെ പാനൽ വാങ്ങി സെറ്റ് ചെയ്യാന്നുള്ളത്. അത് സാധാരണ രീതിയിൽ നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, ചിലവ് കുറച്ച് കൂടിയ പരിപാടിയായിരിക്കും മൊത്തത്തിൽ ഈ ഒരു പാനൽ മാറ്റാന്ന് പറയുന്നത്. പിന്നുള്ള സംഭവമാണ് കട്ട് ചെയ്തിട്ട് ആ ഭാഗങ്ങൾ മാത്രം പാച്ച് ചെയ്ത് വേറെ മെറ്റൽ യൂസ് ചെയ്തിട്ട് പിടിപ്പിക്കുക എന്നുള്ള കാര്യം.
അത് ഒരു കോംപ്രമൈസ് ചെയ്യണ ഒരു കാര്യമാണ്. അതായത് കസ്റ്റമറും കോംപ്രമൈസ് ചെയ്യണം, നമ്മളും കോംപ്രമൈസ് ചെയ്യണം. പൈസയുടെ നോക്കണമെങ്കിൽ റേറ്റ് പൊതുവെ കുറവായിരിക്കും. പിന്നെ എന്നിട്ടാ വർക്ക് പെട്ടെന്ന് തീരുകയും ചെയ്യും. കാരണം ഈ ഒരു ഭാഗം മാത്രം നമ്മളിങ്ങനെ കട്ട് ചെയ്തു, ആ ഭാഗത്ത് നമ്മൾ വേറൊരു മെറ്റൽ ജോയിപ്പിച്ചു, അതിനുശേഷം അവിടെ വെൽഡിങ് ചെയ്തു. അതിനുശേഷം റസ്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുമ്പോൾ ഓയിൽ പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്തു. ഈ ഒരു മെറ്റൽ പീസ് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ വണ്ടിയുടെ എക്സാമ്പിൾ പറയുന്നതാണ്, ഈ വണ്ടീനെ പറ്റി പറയുന്നതല്ല, അത് ഞാൻ പറയുന്നത്. ഈ കട്ട് ചെയ്ത് ചേഞ്ച് ചെയ്ത പാർട്സ് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഇതിന് വേറെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം റസ്റ്റ് വരാണ്ടിരിക്കാനുള്ള പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ഒരു വാഹനം മാനുഫാക്ചറിങ് കമ്പനിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഫുള്ളായിട്ട് തന്നെ ഷെല്ല് ടാക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഡോറെല്ലാം പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ മുക്കി എടുക്കണുണ്ടോ, ദേ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഈ ഒരു വാഹനത്തിന് മുക്കി എടുക്കണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, റസ്റ്റ് വരാണ്ടിരിക്കാനുള്ള ആസിഡ് ട്രീറ്റ്മെൻറ്റാണ്, ആസിഡ് ബാത്താണ് അവിടെ ചെയ്യുന്നത്. ആസിഡ് ബാത്ത് ചെയ്ത വാഹനങ്ങൾ, ആസിഡ് ബാത്ത് എല്ലാ വാഹനങ്ങൾക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ആസിഡ് ബാത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് മഴയും വെയിലും മഞ്ഞും ഒക്കെ കൊണ്ടിട്ടുണ്ടെങ്കിലും ബോഡിക്ക് അങ്ങനെ റെസ്റ്റൊന്നും വരാണ്ടിരിക്കാനുള്ള ഇതുകൾ വരുന്നത് അങ്ങനെ ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇത് ടാക്ക് ചെയ്ത് വെൽഡിങ് ചെയ്ത് പിടിപ്പിച്ച വാഹനങ്ങളൊക്കെ അവിടെ ആസിഡ് ബാത്ത് ചെയ്ത് അതിനെ മൊത്തത്തിൽ ഒരു പ്രൈമറി ആസിഡ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ പിന്നെ അവൻ ഏത് വെയിലും മഴയും കൊണ്ടാലും അവൻ തുരുമ്പിടിക്കില്ല. അങ്ങനെയാണ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ചെയ്തു വരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു നോർമൽ ഒരു ഗ്യാരേജ് നടത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾക്ക് ഈ വണ്ടീനെ എവിടെയിട്ട് മുക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പീസ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ പീസിൻ്റെ മുകളിലും ബ്രഷ് എത്തുന്ന വരെയുള്ള ഇന്നർ വശവും പ്രൈമർ കോട്ട് ആപ്ലിക്കേഷൻ നടത്താം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 വർഷത്തോളം ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് നിൽക്കും. മറ്റേത് 15 വർഷം നിന്നെങ്കിൽ ഇതൊരു 5 വർഷമേ നിൽക്കുള്ളൂ. അതിന് ഈ പാച്ച് വർക്കുള്ള വാഹനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, പാച്ച് വർക്കുള്ള വാഹനങ്ങൾ വാങ്ങണ സമയത്ത് മാക്സിമം നമ്മൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ആ വാഹനത്തിനോട് റെസ്റ്റ് ഉണ്ടെങ്കിൽ വാഹനം വാങ്ങാണ്ടിരിക്കുക. ഇത് ഞാൻ പറയുന്നുണ്ടായിരുന്നു വാഹനത്തിനെ 4 കാറ്റഗറി ആയിട്ട് തരംതിരിക്കുക എന്നുള്ളത്. അപ്പോൾ 4 കാറ്റഗറിയിൽ ബെറ്റർ, അതായത് നോർമൽ ഒരു വാഹനം, പാച്ച് വർക്കുള്ള വാഹനം, ഡെൻഡിങ് ഉള്ള വാഹനം, ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം, അങ്ങനെ 4 കാറ്റഗറി. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റല്ല, റെസ്റ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഈ ഒരു വാഹനത്തിന് നമ്മൾ എഴുതിയിട്ടില്ല, തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെൻഡിങ് കാറ്റഗറിയുള്ള വാഹനങ്ങളുടെ വർക്ക് ഏകദേശം ഇങ്ങനെയായിരിക്കും. എല്ലാ വശങ്ങളും ഇങ്ങനെ ഉരച്ച് കളയണമെന്നില്ല. ഇപ്പോൾ ഈ പെയിൻ്റുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ലെയറില്ല, തട്ടുമറിയാം. ഒരുപാട് ലെയർ ഇല്ലാത്ത കാരണം നോർമൽ സാൻഡിങ് ചെയ്യും. ചിലത് 80ൻ്റെ പേപ്പർ ഇടും, ചിലത് 120ൻ്റെ പേപ്പർ ഇടും. സാൻഡിങ് പ്രോപ്പറായിട്ട് ചെയ്ത് ഷേപ്പ് എടുക്കും. അതിനുശേഷം എവിടെയെങ്കിലും ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നോർമൽ പുട്ടി ആപ്ലിക്കേഷൻ ചെയ്യും. അതിനുശേഷം ഇവിടെയൊക്കെ മൊത്തത്തിൽ പുട്ടി ആപ്ലിക്കേഷൻ ചെയ്യണം. എന്നാൽ ഒരുപാട് കനത്തിലല്ല, കാരണം മെറ്റൽ പുറത്തേക്ക് എടുത്താണ് കാരണം. ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം സാൻഡിങ് ചെയ്ത് അതിന് ഷേപ്പ് എടുത്തതിന് ശേഷം പിന്നെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് നമ്മുടെ പ്രൈമറി 2K പ്രൈമറി ആപ്ലിക്കേഷനാണ്. കുട്ടി വർക്ക് എവിടെ ചെയ്തിട്ടുണ്ടോ അവിടെ നമ്മൾ അടിക്കേണ്ട പ്രൈമർ എന്ന് പറയുന്നത് 2K പ്രൈമർ അടിക്കണം. നോർമൽ സർഫേസർ 1K പ്രൈമറി, 2K പ്രൈമറി, അങ്ങനെ 3 ടൈപ്പ് പ്രൈമറാണ് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ളത്. പിന്നെ സ്പോട്ട് പ്രൈമർ ഉണ്ട്, പ്രൈമർ അടിച്ചപ്പോൾ തന്നെ പെയിൻറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൈമറും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളുടെ ഈ ഒരു ഗ്യാരേജിൽ വരുന്ന വർക്കുകൾ അങ്ങനത്തെ ഒരു വർക്കല്ല, അതുകൊണ്ട് നമ്മൾ ആ പ്രൈമർ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഗ്യാരേജിൽ അത്യാവശ്യം പണിയുള്ള വാഹനങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ സർഫേസർ 1K പ്രൈമറി, 2K പ്രൈമറി, ഈ 3 പ്രൈമറി ഉപയോഗിക്കുന്നത്. മിക്ക വാഹനങ്ങൾക്കും 2K പ്രൈമറി ആപ്ലിക്കേഷൻ നടത്തേണ്ടതായിട്ടും വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു പുട്ടി വർക്ക് കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം തീർന്നതിന് ശേഷം നമ്മൾ പുട്ടി ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രോപ്പറായിട്ട് ഷേപ്പ് ചെയ്തെടുത്തു. പോട്ടുകൾ തീർത്ത് സാൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബോഡി സർഫസാണ് നിങ്ങൾ കാണുന്നത്, ഡിക്കി. ഇതിന് ശേഷം ഇനിയിപ്പോൾ മാസ്കിങ് ചെയ്യും. അതിനുശേഷം പ്രൈമറി ആപ്ലിക്കേഷൻ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പുട്ടി ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സ്പോട്ടുകളെല്ലാം തീർത്ത് അടിച്ചിരിക്കുന്ന പ്രൈമറാണിത്. ഈ ഒരു പ്രൈമർ എന്ന് പറഞ്ഞാൽ ക്യാപ്സിയുടെ 2K പ്രൈമറി ആപ്ലിക്കേഷനാണ്. ഹാർഡനർ അടക്കം വരുന്ന ഒരു പ്രൈമറി ആപ്ലിക്കേഷനാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ അടിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്ന പുട്ടി പിന്നീട് അതിന് ഒരു കംപ്ലൈൻറ്റ് വരാത്ത രീതിയിലുള്ള ഒരു സേഫ്റ്റി കൊടുക്കുകയും ചെയ്യും. പെയിൻറ്റ് വന്ന് വീഴുന്ന പെയിൻറ്റിന് പ്രോപ്പർ സർഫസ് കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പിന്നീട് ഈ
ഇതിന് താഴെയുള്ള ലെയറുകൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും അത് മാക്സിമം പുറത്തേക്ക് കാണാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള രീതിയിലുള്ള പ്രൈമറി ആപ്ലിക്കേഷനാണ് നമ്മളിതിൽ നടത്തിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജാണ്. അതായത് വണ്ടി ബൂത്തിലേക്ക് കയറി അതിന് ശേഷം നമ്മളിപ്പോൾ ഇതുമ്പോൾ 600 വാട്ടർ പേപ്പർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. ഭയങ്കര സ്മൂത്താണ് കേട്ടോ ഈ ഒരു സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ അതിനുശേഷം നോർമൽ സ്പോട്ട് പുട്ടി യൂസ് ചെയ്തിട്ട്, മൈന്യൂട്ടായിട്ടുള്ളൊരു പുട്ടിയാണ്, സ്പോട്ട് പുട്ടി യൂസ് ചെയ്തിട്ട് നോർമലായിട്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും സ്പോട്ടുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കി അതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇനി ഇതും അടിക്കാൻ പോകുന്നത് ഹാരിയറിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്ക് ഈ ഒരു ബോഡീനെ എത്തിച്ചു. അപ്പോൾ എന്തൊക്കെ സ്റ്റേജിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചത്? ഫസ്റ്റ് റസ്റ്റിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അതിനുശേഷം ഡെൻറ്റിങ്ങിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അതിനുശേഷം തട്ടിയെടുത്ത ഡെൻറ്റിന് റസ്റ്റ് വരാണ്ടിരിക്കാനുള്ള പ്രൈമറി ആപ്ലിക്കേഷൻ ചെയ്തു, അതിനുശേഷം ബോഡി ഷേപ്പിംഗ് ചെയ്തു, അതിനുശേഷം അതിനുള്ള 2K പ്രൈമറി ആപ്ലിക്കേഷൻ ചെയ്തു, അതിനുശേഷം വണ്ടി ഇതിപ്പോൾ ബൂത്തിലേക്ക് കയറി അതിന് തൊട്ട് മുമ്പായിട്ട് പ്രോപ്പർ ഹൈ സ്മൂത്ത് സ്റ്റാൻഡിങ് ചെയ്തു, സ്പോട്ടുകൾ തീർത്ത് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന വണ്ടി. ഇനി ഇത് മാസ്കിങ് ചെയ്യും, ഡിഗ്രീസർ അപ്ലൈ ചെയ്യും, അണ്ടർ കോട്ടിലേക്ക് ഡയറക്റ്റ് പോവാണ്. അതിനുശേഷം പെയിൻറ്റ് ചെയ്ത വാഹനത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെ അത്ര സ്മൂത്ത് ചെയ്ത് ക്ലിയർ ചെയ്ത വാഹനം അതിനുശേഷം നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യും, അതിനുശേഷം പെയിൻറ്റ് കോട്ട് ചെയ്യും, അതിനുശേഷം ക്ലിയർ കോട്ട് ചെയ്യും. ക്ലിയർ കോട്ട് പറഞ്ഞത് 3 ലെയറാണ്. കാപ്സ്യൂൺ എന്ന ബ്രാൻഡിൻ്റെ 2K ക്വാളിറ്റിയിലുള്ള ക്ലിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ് ക്ലിയർ കോട്ട് വരെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇത് മിഡ് നൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഇതിൽ അടിച്ചിരിക്കുന്നത്. പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. നോർമലായിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതും ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ബാക്കിയുണ്ട്. ഇനി ഇത് ഞാൻ 2000 പേപ്പർ യൂസ് ചെയ്ത് വാട്ടർ പേപ്പർ യൂസ് ചെയ്ത് സാൻഡിങ് ചെയ്യും, അതിനുശേഷം 3000 പേപ്പർ യൂസ് ചെയ്ത് കട്ട് ചെയ്യും, അതിനുശേഷം നമ്മുടെ നോട്ടോണ്ട റബ്ബിങ് യൂസ് ചെയ്തിട്ട് ഫുള്ള് ബഫ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം വാക്സ് ആപ്ലിക്കേഷൻ ചെയ്യും. ഇതുവരെയുള്ള ട്രീറ്റ്മെൻറ്റ് ഇനി വണ്ടിയുമ്പോൾ ബാലൻസ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റബ്ബിങ് വരെ ഉള്ള ഒരു വാഹനം നമ്മുടെ പുറത്ത് കിടക്കുന്ന ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഒരു വണ്ടി പെയിൻറ്റിങ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിങ് നമ്മളെ ഈ ഒരു കാർജേജിൽ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെയിൻറ്റിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഗ്യാരേജായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ മിക്കവർക്കും ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രോസസ്സുകൾ പറഞ്ഞിട്ടുണ്ട്, യൂസ് ചെയ്യണ മെറ്റീരിയലും ഏകദേശം ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തന്നെ വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഗ്യാരേജിൽ വർക്ക് ചെയ്ത് പുറത്ത് ഒരു ദിവസമായി വാഷ് ചെയ്തിട്ടാണ്, പൊടി ഉണ്ടാവും, എന്നാലും ഞാനൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് പിയാനോ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻറ്റിങ് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്കും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. എന്നാലാണ് മാക്സിമം ലൈഫും കാര്യങ്ങളൊക്കെ നിൽക്കുള്ളൂ. ചില വാഹനങ്ങൾക്ക് ചില കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും വരുന്നത്, ഇപ്പോൾ ബോഡി ഞാൻ നേരത്തെ ഫസ്റ്റ് നിങ്ങളോട് കാണിച്ചിരുന്നു, ബാക്കിലെ ടെയിൽ ഗേറ്റിൻ്റെ അവിടെ വന്ന ആ റസ്റ്റിൻ്റെ ഇഷ്യൂസ് ഒരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ട് കംപ്ലൈൻറ്റ് വരുന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ഡോറിൻ്റെ അടിവശങ്ങളിൽ റസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡോറ് റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ 24,000 രൂപ കൊടുക്കണം പുതിയ ഡോറിന്, ഒരു ഡോറിന് ഇന്നോവയുടെ. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് റീപ്ലേസ് ചെയ്യും. പക്ഷേ സെക്കൻഡ് ഹാൻഡ് ആയാലും ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉള്ള ഡോറുകളായിരിക്കും മിക്കവാറും. അതല്ല നിങ്ങൾ ഈ നിലവിലുള്ള ഡോർ തന്നെ പാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അടിയിൽ നമ്മൾ എന്താ ചെയ്തേ, കട്ട് ചെയ്തിട്ട് പാച്ച് ചെയ്തത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാച്ച് വർക്കുള്ള വാഹനങ്ങളൊക്കെ മാക്സിമം വാങ്ങാണ്ടിരിക്കുക. എന്നാലും പരമാവധി നമ്മൾ പ്രൈമറൊക്കെ അടിച്ച് ഒരു 5 വർഷമൊക്കെ വരെ മാക്സിമം നിൽക്കാനായിട്ടും ചാൻസസ് കൂടുതലാണ്, കുഴപ്പമൊന്നുമില്ലാണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റേജ് നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട ഓരോരോ സ്റ്റേജ് കാണിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. അതേപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീസ്റ്റോറേഷൻ പരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ചാനൽ വഴി നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഡെയിലി മിക്കവാറും വീഡിയോകൾ അടുപ്പിച്ച് വരുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ, നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടാണെങ്കിൽ അതും എക്സ്പ്ലെയിൻ ചെയ്ത് മാക്സിമം തരാം. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും